വെൽക്കം ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്. നിങ്ങൾ റൂഹ് അഫ്സയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചിലർക്കൊക്കെ അറിയായിരിക്കും, സർബത്തും മറ്റും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ടാവുമായിരിക്കും. നല്ലൊരു ഫ്ലേവറുള്ള ഒരു പ്രത്യേക തരം റോസ് സിറപ്പാണ് കേട്ടോ റൂഹ് അഫ്സ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത് കൂടുതൽ അങ്ങോട്ട് പ്രചാരത്തിലായിട്ടില്ല, എങ്കിലും ഇപ്പോൾ ഒരുവിധം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ റൂഹ് അഫ്സ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മുടെ റൂഹ് അഫ്സ ഒരു 4-5 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് കസ്കസ് ആണ് കേട്ടോ. അതൊരു 3-4 സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ്സിലേക്കുള്ള ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് 2 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണേ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇനി നമുക്കിതൊക്കെ എങ്ങനെ മിക്സ് ചെയ്യണം നോക്കാം അല്ലേ. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തണുത്ത പാലിലേക്ക് ഒരു ചെറിയ സ്പൂൺ റൂഹ് അഫ്സ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലിൽ ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അതുകൊണ്ട് കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ മധുരത്തിനായിട്ട് 1-2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുത്ത പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ പഞ്ചസാര പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഏലക്കായ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. ഏലക്കായ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും ഒന്ന് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ആദ്യം സ്ലോ സ്പീഡിലിട്ട് 1-2 മിനിറ്റ് ബീറ്റ് ചെയ്യുക. പിന്നീട് ഹൈ സ്പീഡിലാക്കിയിട്ട് ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേക്ക് നന്നായി സ്റ്റിഫായി കിട്ടും കേട്ടോ. ഇത് ബീറ്റായി വരുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മൾ ഇതിലേക്ക് റൂഹ് അഫ്സ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്ത് നോക്കുന്നുണ്ട്. വീണ്ടും ബീറ്റ് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ കളറും അതുപോലെ തന്നെ ഫ്ലേവറും കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും 2 സ്പൂൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇപ്പം നമ്മുടെ ക്രീം നന്നായി സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. ആദ്യം ഗ്ലാസ്സിലേക്ക് ഒരു 1/4 ഭാഗം വരെ നമ്മുടെ പാൽ റൂഹ് അഫ്സ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുതിർത്ത് വെച്ച കസ്കസിൽ നിന്നും ഒരു 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം ഇതുപോലെ ഒരു വിപ്പിംഗ് കവറിലാക്കി ഒരു നോസിൽ കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ക്രീം ഒന്ന് ഗ്ലാസ്സിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് സാധാരണ പോലെ സ്പൂണ് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാണാൻ കുറച്ചുകൂടി ലുക്ക് ഉണ്ടാവുന്നു മാത്രം. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഞാനൊരു സ്പൂൺ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ഡാൽഗോണ റൂഹ് അഫ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബാക്കിയുള്ള 2 ഗ്ലാസ്സിലും കൂടി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ? ഇതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡാൽഗോണ റൂഹ് അഫ്സ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഓണാക്കി വെക്കണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.